നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാവ സുരേഷ് കേരളത്തിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വം. കുഞ്ഞുകുട്ടികൾ മുതൽ വന്ധ്യവയോധികർ വരെ നീളുന്ന ആരാധക കൂട്ടം. ഒരു സുപ്രഭാതത്തിൽ പാമ്പിനെ പിടികൂടി സ്റ്റാറായതല്ല, വർഷങ്ങൾ നീണ്ട സേവന പ്രവർത്തനമാണ് വാവ സുരേഷിനെ ജനകീയനാക്കിയത്. ഇവിടെ മാത്രമല്ല അദ്ദേഹത്തിന് ആരാധകരുള്ളത്. ലോകത്തിന്റെ പല കോണുകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരായി മാറിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇപ്പോഴിതാ വാവ സുരേഷിനെ കുറിച്ച് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. വാവ സുരേഷിനെ വൈറ്റ് ഹൌസിൽ വരെ ആരാധകരുണ്ടെന്ന് മന്ത്രി വി.എൻ. വാസവൻ. മുൻപ് വാവ സുരേഷിനെ പാമ്പുകടി ഏറ്റപ്പോൾ തനിക്ക് 100 കണക്കിന് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടെന്നും അതിലൊന്ന് വൈറ്റ് ഹൌസിൽ നിന്നുള്ളതായിരുന്നെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്ത് ആരാധകരുള്ള കേരളത്തിലെ ആളുകളെ എടുക്കുമ്പോൾ അതിൽ മുൻനിരയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹീതനായ ആളാണ് വാവ സുരേഷ്. ഞാനിത് വെറുതെ സൂചിപ്പിച്ചതല്ല. വാവ സുരേഷിനെ പാമ്പുകടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സമയം അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷാ ദൗത്യത്തിൽ എളിയ രീതിയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു. ആ ദിവസവും പിറ്റേ ദിവസവും അദ്ദേഹം രക്ഷപ്പെട്ടു വന്നപ്പോഴും എനിക്ക് വന്ന 100 കണക്കിന് ഫോൺ കോളുകളിൽ ഒന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ നിന്നുള്ളതായിരുന്നു. വൈറ്റ് ഹൌസിൽ നിന്ന് വിളിച്ചയാൾ എന്നോട് 8 മിനിറ്റ് സംസാരിച്ചു. ആദ്യം വിളിച്ചു പരിഹസിച്ചായിരിക്കും വിളിക്കുന്നതെന്ന്, അത് കഴിഞ്ഞപ്പോഴാണ് സുരേഷിന്റെ ആരാധകനാണ് അദ്ദേഹമെന്ന് മനസ്സിലായത്. അദ്ദേഹം കുറെ കാലമായി ഈ പരിപാടി കാണുന്നുവെന്ന് പറഞ്ഞു. എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വാവ സുരേഷ് ജീവൻ പണയം വെക്കുന്നു. ആ വലിയ ദൗത്യം നിർവഹിച്ച് കിട്ടിയ സമ്പത്തൊന്നും സ്വന്തം ആവശ്യത്തിനല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതെല്ലാം തന്റെ സമീപ പ്രദേശത്തുള്ള നിർധനരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണ് വിനിയോഗിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. 1974 തിരുവനന്തപുരം ശ്രീകാര്യം ചെറുവയ്ക്കലിൽ നിർധന കുടുംബത്തിലാണ് ജനനം. അച്ഛൻ ബാഹുലയൻ, അമ്മ കൃഷ്ണമ്മ. പാമ്പുകളോടുള്ള താല്പര്യം ചെറുപ്പത്തിലേ തുടങ്ങി. 12ാം വയസ്സിൽ മൂർഖൻ കുഞ്ഞിനെ പിടികൂടി രഹസ്യമായി വീട്ടിൽ സൂക്ഷിച്ചു. പാമ്പുകളുടെ സ്വഭാവ രീതികൾ പഠിക്കാനായിരുന്നു ഇത്. 10ാം ക്ലാസ്സിന് ശേഷം പഠനം നിർത്തി. ദിവസവേതനത്തിനായി വിവിധ ജോലികൾ ചെയ്തു. പാമ്പുകളുമായി ഇടപഴകാനുള്ള പ്രാഗൽഭ്യം മനസ്സിലാക്കിയവർ വീടുകളിലോ പരിസരത്തോ പാമ്പിനെ കണ്ടെത്തുമ്പോഴെല്ലാം സഹായത്തിനായി സുരേഷിന്റെ അടുത്തെത്തി. അങ്ങനെ കാലം ചെല്ലുന്തോറും പാമ്പിനെ പിടികൂടാനായി സുരേഷ് എത്താത്ത സ്ഥലങ്ങൾ കേരളത്തിൽ ഇല്ലാതെയായി. വീടുകളിലും പറമ്പുകളിലും പ്രത്യക്ഷപ്പെടുന്ന വിഷപ്പാമ്പുകളെ പിടികൂടി സംരക്ഷിക്കുന്ന വാവ സുരേഷിനും ആരാധകർ ഏറെയാണ്. ഇതുവരെ 1,00,000-ഓളം പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ പെട്ടുപോകുന്ന അപൂർവ ഇനം പാമ്പുകളെ പിടികൂടി കാട്ടിൽ തുറന്നു വിടുക, ഉപേക്ഷിക്കപ്പെടുന്ന പാമ്പുമുട്ടകൾ വിരിയുന്നതുവരെ സംരക്ഷിക്കുക, പാമ്പുകളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക എന്നിവയെല്ലാം സുരേഷ് ചെയ്തു വരുന്നു. പാമ്പിനെ പിടികൂടാൻ വാവ സുരേഷ് പ്രത്യേകം കാശൊന്നും വാങ്ങാറില്ല എന്നത് തന്നെയാണ് വാവ സുരേഷിനെ ജനപ്രിയനാക്കുന്നത്. മറ്റു പാമ്പ് പിടുത്തക്കാർ 5,000 രൂപ വരെ ഈടാക്കുമ്പോഴാണ് വാവ സുരേഷിന്റെ സൗജന്യ സേവനം. പാമ്പുകളെ നന്നേ ചെറുപ്പം മുതൽ കൈകാര്യം ചെയ്തു പോന്ന സുരേഷിനെ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിന് ശാസ്ത്രീയമായ പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ തുടർന്ന് പോരുന്ന നിരീക്ഷണങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഇദ്ദേഹം പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പാമ്പുകളെ കണ്ടാൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഉടൻ തന്നെ വാവ സുരേഷ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടും. ഇങ്ങനെ പിടികൂടുന്ന പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നു വിടുകയാണ് പതിവ്.